നിന്റെ സഹോദരനെ കൊല്ലിക്കും. സുന്ദരൻ സുന്ദര എവിടാനാണ് കിടക്കണേ? അത് പിന്നെ അച്ഛന്റെ മോനല്ലേ, എന്നോടത്ത് കിടക്കാനൊന്നുമില്ലല്ലോ. കിടന്ന അതെ, അച്ഛനോട് പോയി പറയും വാങ്ങിയ കാശ് തരാൻ. സുന്ദര, കാറ്റ് പോയ വയ്യന്റെ വഴിയായോ? എന്താ ചെയ്യ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ സ്ഥിതി. എന്തുപോലെ നടന്നൊരു പയ്യനാണ്. അതെ, അതിപ്പോ ശവത്തിനോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ശവോ ഇറങ്ങി പോയാണെന്ന് ഞമ്മക്ക് ഇതേണ്ട കാശ് തന്നെ പോയിക്കോളാം. മനുഷ്യൻ സമാധാനമായിട്ടൊന്ന് ശവാസനം ചെയ്യാൻ സമ്മതിക്കൂലേ? നിന്റെ ആസനം കാരണം ബാക്കിയുള്ളവർ നാറിപ്പോയില്ലടാ. എടോ പിള്ളേ, എനിക്ക് പോണം, മര്യാദക്ക് കാശെടുക്ക്. മാമുക്ക, അച്ഛനെ ശല്യപ്പെടുത്തരുത്. അച്ഛൻ ഇപ്പൊ ആസനത്തിലാണ്. അച്ഛനുണ്ട് ആസനം. എന്താസനം? മൗനാസനം. എവിടെ? അതെ, മകൻ ശവാസനം, അച്ഛൻ മൗനാസനം. ഞാൻ ഇനി ഏത് ആസനത്തിലേക്കാണ് എന്റെ കാശ് ഇട്ടാൻ പോണ്ടത്? അയ്യോ ഇക്ക, അത് പിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങള്. എടോ പിള്ളേ, ഞാൻ പോയിന്ന് കരുതണ്ട. തന്റെ ആസനമൊക്കെ ഒരു ദിവസം തീരുമല്ലോ, അപ്പൊ തന്നെ കണ്ടോളാം, സൂക്ഷിച്ചോ. സ്വന്തം തന്റെ എന്റെ പേരിൽ പറയാണ്. ഈ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് അധികകാലം ജീവിക്കാന്ന് കരുതണ്ട. നീ ഒന്നേ സ്വസ്ഥമായിട്ട് ഈ ശവം ഒന്ന് ആസനം ചെയ്തോട്ടെ. ശവാസനൻ വാ, നീ വാ. അയ്യോ, ഇത് പപ്പയുടെ ഫോട്ടോ ആണല്ലോ. അയ്യോ, ഇതെങ്ങനെ ഇവിടെ വന്ന് വീണത്? അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ശരിയല്ലെന്ന്. അപ്പൊ എല്ലാരും കൂടി എന്നെ വിഴുങ്ങാൻ തുടങ്ങി. എന്നെ വിഴുങ്ങാൻ ഇപ്പൊ ബോധ്യമായല്ലോ. എളമുറ തമ്പി അദ്ദേഹം പറഞ്ഞത്.
ഗതി കിട്ടാതെ ഒരു ആത്മാവ് ഇവിടെ എവിടെയൊക്കെയോ ചുറ്റിപ്പറ്റി കറങ്ങി നടക്കുന്നുണ്ടെന്ന്. അച്ഛന്റെ വ്യൂ പോയിന്റിൽ എന്നെ ഇലൂഷനാ. എന്ത് പറഞ്ഞാലും തല കയറില്ല. ഇവിടെ എന്തൊക്കെയോ എന്താ? എവിടെ? അത് അച്ചായനല്ലേ? അച്ചായ, പപ്പയുടെ ഫോട്ടോ താഴെ വീണ് പൊട്ടി. മനു അതവിടെ വെച്ചേക്ക്. ചില്ലുകൊണ്ട് കൈ മുറിയണ്ട. മുറിയണ്ടെന്നല്ല, മുറിഞ്ഞു. ഇതാ നോക്കേ. ഇതെന്തിനാ എപ്പോഴും കെട്ടിക്കൊണ്ടു കിടക്കുന്നേ? ഒരു ധൈര്യത്തിന്. അത് അഴിച്ചു കളഞ്ഞേക്ക് മനു. അച്ചായന് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് മനസ്സമാധാനായിട്ട് ഉറങ്ങണം. സോഫിയ, സോഫിയ, ഞാൻ എത്ര പറഞ്ഞതാ വരണ്ടാന്ന്? കാണണമെന്ന് തോന്നി, വന്നുപോയില്ലേ? എന്തിനാ പേടിക്കുന്നേ? ഈ മാസത്തിൽ തന്നെ നമ്മുടെ കല്യാണം നടത്തിയ പോരെ? എനിക്ക് ആരും ഇല്ലാത്തതാ. അതുകൊണ്ടല്ലേ ഞാൻ സോഫിയെ ഇഷ്ടപ്പെട്ടത്. പൊയ്ക്കോളൂ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ചെല്ലേ, പോട്ടെ. കഥ അടച്ചോ? എവിടെ പോയിട്ട് വരുന്നു? ഞാൻ സോഫിയ അവന് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ. നീ വിവാഹിതനല്ലേ? പറയടാ. അതെ.
ഹലോ ആ റോക്കി സാറും മനുഷ്യച്ച് പുറത്തു പോയി. ആ അച്ഛനും അമ്മയും അമ്മയുടെ വീട്ടിൽ പോയി. ഓ ശശാങ്കേട്ടനാണല്ലേ? ആ ശരി, അവര് വന്ന വിളിക്കാൻ പറയട്ടോ. ആ ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കും? ആ ഇനി ടി വി വെക്കാം, നല്ല തമാശ സീരിയൽ കാണും. ആ. സമയം പോക്കിന് ടി വി വെക്കാന്ന് വെച്ചാലോ, അതിനകത്ത് ഒടുക്കത്തെ പ്രേത സീരിയല്. അയ്യോ! ഒരു പ്രേതം, ഒരു പ്രേതം. അല്ല, ഒരു സോഡ, സോഡ. എടാ ഹരി, എടാ ഹരി, നമ്മള് തമ്മിൽ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ നിനക്ക്? 5-6 മാസമായി ഞാനിവിടം വിട്ടിട്ട്. പിന്നെ എങ്ങനെ കാണാനാ? നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ല. ആ അത് ശരിയാ. നിനക്ക് എന്താ സുന്ദര പറ്റിയത്? ഒന്നും പറയണ്ട, ആ റോക്കി സാറിന്റെ ബംഗ്ലാവ് കട്ട പുകയാ. അതെന്താ, തീ പിടിച്ച? അതല്ലടാ, ആ ബംഗ്ലാവ് മുഴുവൻ പ്രേതത്തിന്റെ ശല്യം കാരണം മനസ്സമായിട്ട് തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? ഇനി സമാധാനമായിട്ട് ടി വി വെക്കാന്ന് വെച്ചാലോ, അതിനകത്ത് മുഴുവൻ 7-പാല 10-പാല തുടങ്ങിയ ഒടുക്കത്തെ പ്രേത സീരിയൽ. ഇങ്ങനെ പോയാൽ ഞാനെന്ത് ചെയ്യും എന്റെ ദൈവമേ? ചേട്ടാ, ഇതൊക്കെ വേറെ അന്ധവിശ്വാസമല്ലേ? ഈ 21-ാം നൂറ്റാണ്ടിൽ നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ല. ആട്ടെ, എന്താ നിന്റെ പരിപാടി? ഞാനിവിടെ വല്ലയിടത്തും ഇങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. അയ്യോ, നീ എന്തിനാ വഴി കിടക്കുന്നത്? നിനക്ക് എന്റെ വീടില്ലേ? നമുക്ക് 2 സ്മോളൊക്കെ അടിച്ച് സംസാരിച്ചിരിക്കാം. സ്വന്തം വീടാന്ന് കരുതി. അത് കൊള്ളാം, അത് കൊള്ളാം. ദാ ചേട്ടാ സ്വർണ്ണ കാശി, ബാക്കി വെച്ചോ. വാ, വാ. വാ, ഇതാണ് എന്റെ വീട്. അല്ല, നിന്റെ വീട്ടുകാരൊക്കെ എന്ത്? എന്താടാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. അമ്മ മരിച്ചതിന് ശേഷം അച്ഛനാകെ തകർന്നുപോയി. ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് കടം കയറിയപ്പോ ഒരു ദിവസം അച്ഛൻ അച്ഛാന്ന് വിളിച്ച് കൊതി തീർന്നിട്ടില്ലടാ. ആ റൂമിൽ കിടന്ന അച്ഛൻ വിഷം കഴിച്ച് മരിച്ചത്. നോക്കടാ, അതാ അച്ഛന്റെ ഫോട്ടോ. അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് എന്റെ രാധമോളായിരുന്നു. രാധയും രാമുമായിട്ടുള്ള പ്രേമം നിനക്കറിയാലോ. അവൻ എന്റെ പെങ്ങളെ ചതിച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു. അവന്റെ കല്യാണത്തിന്റെ അന്ന് എന്റെ രാധമോള് ആ മുറിയിലാ കെട്ടി തൂക്കിയത്. നീ ആ ഫോട്ടോയിലൊക്കെ ഒന്ന് നോക്കി. ഇപ്പോഴും എന്നെ കൊച്ചേട്ടാന്ന് വിളിക്കുന്ന പോലെ തോന്നും. ആ, നീ ആകെ പേടിച്ചു പോയല്ലേ? ഞാൻ നിന്റെ സകല മൂടും കളഞ്ഞു. ആ പിന്നെ ഇതാണ് എന്റെ ഫോട്ടോ. എന്താടാ നീ നോക്കുന്നത്? മരിച്ചവർ ഇതുവരെ കാണാത്ത പോലെ.